എന്തോ രാവിലെ ഏതാണ്ട് പരിപാടിയാണല്ലോ, എന്തോ ഇത് പരിപാടിയാ? ആഹാ, ഇന്ന് രാവിലെ തന്നെ എന്താ അച്ചാറിടിയിലൊക്കെ? ആ ഓണം. ആ ഇന്ന് നിങ്ങൾ വന്നോ അല്ലേ? അപ്പൊ ഇന്ന് മാങ്ങ അച്ചാറാണ് ഇടുന്നത്. സാധനം എല്ലാം അടുത്തടുപ്പിച്ച് വെച്ചു. എന്തൊക്കെയാ വേണ്ടുന്നത്? ഫസ്റ്റ് മാങ്ങ വേണം. പിന്നെ സെക്കൻഡ് ഓയില്. ഇതെന്താ ഓയിലായത്? ഇതിപ്പോ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് ശരിയാ. ഓക്കെ. പിന്നെ നമുക്ക് മുളക് പൊടി, പിന്നെ ഇഞ്ചി, കരിയാപ്പില, പിന്നെ കായം, വെളുത്തുള്ളി, പിന്നെ വിനാഗിരി, ഉപ്പ്, ഉലുവ പൊടിച്ചത്, പിന്നെ കടുക്. അപ്പൊ ഇത്ര സാധനം മതി ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട്? ഇത്രയും വേറെ എന്തെങ്കിലും വേണം? വേറെ നമുക്ക് പാത്രം വേണം. ഇത് പാത്രം റെഡിയാ ഇവിടെ അല്ലേ? എന്നാ പിന്നെ തുടങ്ങാം. എന്നാ തുടങ്ങിക്കോ വീഡിയോ. എന്നാ പിന്നെ കുക്കിങ് തുടങ്ങാം അല്ലേ? എന്നാ തുടങ്ങാം. ഓക്കെ. അപ്പൊ ഇനി എണ്ണ ഒഴിക്കണം അല്ലേ? വേണോ? മതി ഒത്തിരിയായി. അപ്പൊ ഇനി എണ്ണ ചൂടാകുമ്പോ കടുക് പൊട്ടിക്കണം അല്ലേ? അത് പൊട്ടി ഇതാവുകയാണെങ്കിൽ എണ്ണ ചൂടായി നമുക്ക് എണ്ണ ചൂടായിട്ട് എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം എടുക്കുമോ എണ്ണ ചൂടാക്കാൻ? അതോ ചൂടായോ? കടുക് ഇടാൻ എന്തോ ആലോചിക്കുന്നേ? കടുക് ഇച്ചിരി എണ്ണ ചൂടായിട്ട് വേണമായിരുന്നു കടുക് ഇടാൻ. എന്തോ അടുത്ത് നമുക്ക് വെളുത്തുള്ളി, കടുകെല്ലാം പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇടാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലേ? അടുത്ത ഇഞ്ചി ആയില്ലേ ഇത്? കരിയാപ്പില. എന്തോ ഗ്യാസ് കുറച്ച് കുറയ്ക്കണം അല്ലേ? അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അടുത്ത എന്തോ? മഞ്ഞപ്പൊടി ഇടാം. 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇടാം. ഓക്കെ. ഇതെന്തോ? മുളക് പൊടി വേണം. മുളക് പൊടി ഒരു 4 സ്പൂൺ. 4 സ്പൂൺ മുളക് പൊടി വേണം. അത് എരിവ് കുറച്ചുള്ള മുളക് പൊടി വേണം. ഏത് മുളകായത്? ഈസ്റ്റേൺ മുളക്. ഈസ്റ്റേൻ്റെ?
കുറച്ച് മതിയില്ലേ? അതെ ഇമ്പോർട്ടൻ്റ് ഇതെല്ലാം തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ. ഞാനത് കായപ്പൊടി കായപ്പൊടി അതങ്ങനെ ഒരു സ്പൂണ് മൊത്തം ഇടണോ? കുറച്ച് മാങ്ങയുടെ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതനുസരിച്ച് വേണം എല്ലാ സാധനങ്ങളും ചേർക്കാൻ. ഇനി നമുക്ക് ഒരു കുഞ്ഞ് സ്പൂണാണ്, ടേബിൾ സ്പൂണാണ്. അതിനകത്ത് ഒരു 4 സ്പൂണ് വിനീഗർ, ഉപ്പ് എപ്പോഴാണ് ഇടുന്നത്? ലാസ്റ്റിലാണ്. ലാസ്റ്റ് ഇടാൻ അല്ലെ മാങ്ങ ഇട്ടിട്ട് ഉപ്പിടുന്നതാണ് നല്ലത്. അങ്ങനെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇടും. ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം അച്ചാറിൻ്റെ മസാലയിലൊക്കെ നന്നായി ഒന്ന് പിടിച്ച് വെളുത്തുള്ളിയിലും ഇഞ്ചിയിലും കരിയാപ്പലയിലും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. ഇനി ഈ മാങ്ങ ഇടുവാണ്. ജസ്റ്റ് 1 മിനിറ്റ്. മിക്സ് ചെയ്യും. ആക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് തീ കുറച്ച് വെക്കണോ അതോ അതിനകത്ത് ഇനി വെള്ളം ഒഴിക്കണോ? വെള്ളം ലൂസാക്കി എടുക്കണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിക്കാം. അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഈ വെള്ളം എണ്ണയെല്ലാം കൂടി വരുമ്പോൾ ലൂസായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുന്നു. അപ്പോൾ അച്ചാറ് ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ? റെഡിയായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പുണ്ടോ കായമുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു ഗ്ലാസ് ബൗളിലിട്ട് വെച്ചാൽ കുറേ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. കുറച്ച് ദിവസം നമുക്കിത് കഴിക്കാനും പറ്റും. ഓക്കെ, അച്ചാർ റെഡി. അച്ചാർ റെഡി. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ശ്രമിക്കുക, ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.